ഹായ്, ഹലോ, അസ്സാം വലൈക്കും, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് ഇപ്പോൾ എൻ്റെ ആദ്യ വിവാഹത്തിലെ അനുഭവങ്ങളാണ് ഞാൻ പറയുന്നത്. അതിനിടയിൽ നമുക്ക് കമൻറ്റുകൾ പലതും വരുന്നുണ്ട്. കഴിഞ്ഞ അനുഭവമല്ലേ, വിട്ടൂടെ, പിന്നെ അനുഭവങ്ങൾ പറഞ്ഞിട്ട് മറ്റുള്ളവരും കൂടെ നാറ്റിക്കുന്നത് നിങ്ങൾ സ്വയം പിന്നെ നാറാണ് ഇതിലൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഒരു നസീമ ഇപ്പോൾ വന്നിട്ടുള്ള കേട്ടോ, ഒരു നസീമ മറിയം കമന്റ് ഇട്ടിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇത്രയും അനുഭവിച്ച ഒരാളാണോ വേറൊരു പെണ്ണിൻ്റെ ജീവിതം തകർത്തത് എന്ന് പറഞ്ഞിട്ട് കേട്ടോ. ഞാനോ എൻ്റെ മക്കളോ പിന്നെ എൻ്റെ ബാക്കി എൻ്റെ സഹോദരന്മാരോ അതുപോലെ എൻ്റെ മാതാപിതാക്കളോ മറ്റുള്ളവരോ ആരും ഒരു പെണ്ണിൻ്റെയും ജീവിതം തകർത്തിട്ടില്ല. തകർന്നു കിടക്കുന്ന ജീവിതം അടുപ്പിച്ചിട്ടേ ഉള്ളൂ. നമ്മൾ മറ്റുള്ളവരുടെ ജീവിതം തകർക്കാൻ വേണ്ടിയിട്ട് ഒരു കുടുംബത്തിനും കയറി പോയിട്ടില്ല. അതിന് ഒരു ഉദാഹരണം തന്നെയാണ് എൻ്റെ ഈ ജീവിതം. എൻ്റെ ജീവിതം ഞാൻ മാറി മാറി കൊടുക്കുക ചെയ്തിട്ടുള്ളത്. അല്ലാതെ പ്രശ്നം ഉണ്ടാക്കുന്നവളാണെങ്കിൽ എനിക്ക് പിടിച്ചു നിൽക്കാം, എവിടെയും പിടിച്ചു നിൽക്കാം. കാരണം എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലും ഞാൻ ഇളയ ആളാണ്, എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്, അവിടെ എനിക്ക് പിടിച്ചു നിൽക്കാം. ഞാൻ അപ്പോഴും അവിടുന്ന് മാറി കൊടുത്തിട്ടേ ഉള്ളൂ. പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ എനിക്കിഷ്ടമല്ല, ഉണ്ടാക്കുന്നതും ഇഷ്ടമല്ല, ഉണ്ടാകുന്നതും ഇഷ്ടമല്ല. അതുപോലെ തന്നെ എൻ്റെ വീട്ടിലാണെങ്കിൽ ഞാൻ മൂത്ത ആളാണ്. എനിക്ക് അങ്ങനത്തെ ഒരു സാഹചര്യം വന്നിരുന്നു. എൻ്റെ കല്യാണം ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ എനിക്ക് അവിടെ പ്രശ്നം ഞാൻ ഇറങ്ങണില്ല എന്ന് പറഞ്ഞാൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല അല്ലേ. അവിടെ എനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. ഞാൻ അപ്പോഴും നമ്മളത് മാറിക്കൊടുക്കുകയാണ്. പിന്നെ ഇതിലൂടെ ഞാൻ പറയുന്നു, നിങ്ങൾക്ക് എന്തെങ്കിലും അങ്ങനെ ഒരു കംപ്ലൈൻറ്റ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ നേരിട്ട് കോണ്ടാക്ട് ചെയ്യാം. ഫേക്ക് ID എടുത്തിട്ട് ശരിക്ക് അഡ്രസ്സ് ഇല്ലാത്ത ID വന്നിട്ട് എന്തെങ്കിലും പോയി വിളിച്ചുകൊണ്ട് ഒരു കാര്യമില്ല. എനിക്കിതൊരു കണ്ടന്റ് ആവുന്നു മാത്രം. അതൊരു വാക്ക് പറഞ്ഞിട്ടില്ലെങ്കിൽ എനിക്കത് തൃപ്തി ആവില്ല. ഇപ്പം പെണ്ണിൻ്റെ ജീവിതം തകർത്തെന്ന് പറയുന്നുണ്ട്. അതായത് എൻ്റെ ചക്കളത്തി എന്നൊക്കെ പറയും. ഇതുവരെ ഞാൻ അവരെ പറ്റിയിട്ട് ഒരു നെഗറ്റീവോ ഒരു വാക്കോ ഞാൻ പറഞ്ഞിട്ടില്ല. കാരണം അതെന്നെ സംബന്ധിച്ച് ഒന്നുമല്ല. കാരണം ഞാനാണ്, അവരാണ്. എനിക്ക് അവർ കാരണം ഒന്നും നഷ്ടപ്പെടുന്നില്ല. അവർക്ക് ഞാൻ കാരണം നഷ്ടപ്പെടുന്നില്ല. ലാഭമല്ല, ഇങ്ങോട്ട് നഷ്ടമൊന്നും കിട്ടുന്നില്ല. അവർക്കിപ്പോൾ അവർ ഭർത്താവിനെ കാണാനും പറ്റുന്നുണ്ട്, മക്കൾക്ക് ജീവിതം കൊടുക്കുന്നുമുണ്ട്, അവർക്കും ജീവിതം കൊടുക്കുന്നുണ്ട്. അത് ഞാൻ കാരണം തന്നെയാണ് തീർച്ചയായിട്ടും ഞാൻ പറയുന്നത്. ഞാൻ കാരണം ആക്കിയത് റബ്ബാണ്, അത്ര എനിക്ക് പറയാനുള്ളൂ. അപ്പം എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു തണൽ കിട്ടിയതുകൊണ്ടാണ് ആ മനുഷ്യനെ ജീവിക്കുന്നത്. പലരും പല കമൻറ്റും ഇടും, അതൊക്കെ ഓക്കെ. ഞാൻ അതിനൊന്നും ഒരു ഉത്തരവാദിയില്ല. ഞാൻ ഒരാളെ പോയിട്ട് അറ്റാക്ക് ചെയ്ത് പിടിച്ചിട്ടുമില്ല, ഒന്നും കാട്ടിയിട്ടില്ല. പിന്നെ സാഹചര്യം റബ്ബ് ഒന്നിപ്പിക്കുന്നതാണ്. അത് ഈ കല്യാണം, ഇപ്പോൾ ആദ്യത്തെ കല്യാണം നിങ്ങൾ കണ്ടല്ലോ, ഗുജറാത്തിൽ അത്രയും വർഷം ജീവിച്ചിരുന്ന ആളാണ്. 12 വയസ്സായിട്ട് നാട് വിട്ടു പോയ ആളാണ്. ഞാൻ മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ കൂട്ടായി എന്ന് പറയുന്നിടത്ത് തീരദേശത്ത് ജനിച്ചു വളർന്നോളാണ്. എനിക്കും അയാൾക്കും തമ്മിലൊരു ബന്ധമില്ല. അതിനൊരിട വന്നത് അവരുടെ പെങ്ങളാണ്. ജ്യേഷ്ഠൻ്റെ ഭാര്യയുടെ അനിയത്തിനെ കല്യാണം കഴിക്കണം നിർബന്ധിച്ചപ്പോൾ അവർ പറഞ്ഞു ഞാൻ എത്തിങ്ങാനെ പോയിട്ട് കല്യാണം കഴിക്കുന്നു. പിന്നെ ഇവർക്ക് വേറെ മാർഗമില്ല. അപ്പം എൻ്റെ പേര് പറഞ്ഞു, എന്നെ വന്ന് കാണാനും പറഞ്ഞു. ഇതൊരു കാരണം മാത്രമാണ്. അല്ലാതെ അദ്ദേഹം ഗുജറാത്തിൽ കിടക്കുന്ന അദ്ദേഹത്തിന് ഞാൻ പോയി പിടിച്ചു കൊടുക്കുന്നതല്ല. അവർ 12 വയസ്സിൽ നാട് വിട്ട് പോയ ആളാണ്. എന്നിട്ടും ലവ് മാരേജ് ആണെന്ന് പറഞ്ഞിട്ട് ജനങ്ങൾ നടന്നിരുന്നു. 1000 കുടത്തിൻ്റെ വായ നമുക്ക് മൂടിക്കെട്ടാൻ പറ്റും, ഒരു മനുഷ്യൻ്റെ വായ നമുക്ക് മൂടിക്കെട്ടാൻ പറ്റില്ല. ഞാൻ 15 വയസ്സ് വരെ ഒരു തിരൂര് എന്ന് പറയുന്ന ടൗണിൽ വന്നിട്ടുള്ളത് എൻ്റെ കണ്ണിൻ്റെ പ്രശ്നത്താൽ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി മാത്രമാണ് എന്നെ കൊണ്ടുവന്നിട്ടുള്ളത്. അല്ലാതെ ഞാൻ വേറെ എവിടെയും കാണുന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ പരിപാടിക്ക് പോയിട്ടുണ്ട്. നന്ന ചെറുതാകുമ്പോൾ ഒരു 10-11 വയസ്സ് വരെ ഞാൻ പോയിട്ടുള്ളൂ. അത്രയും ഇതിലേ ഞാൻ ഫംഗ്ഷനൊക്കെ പോയിട്ടുള്ളൂ. അത് ആസ്വദിക്കാനുള്ള പോക്കല്ല പോകുന്നത്, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാൻ പോകുന്നതാണ്. ചെറിയ കുട്ടിയാണ്. അതല്ലാതെ ഒന്നും നമ്മൾ നാടോ നാട്ടുമ്പുറമൊന്നും കണ്ടിട്ടില്ല. ഇങ്ങനെയുള്ള ഞാൻ അയാളെ പോയിട്ട് ഞാൻ പിടിക്കണില്ല. ഇതുപോലെ തന്നെയാണ് ഈ സംഭവം. ഇവിടെ നമ്മൾ അതിനു വേണ്ടിയിട്ട് തച്ച് തല കീറിയിട്ട് ഒരു കാര്യമില്ല. ഒന്ന് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ആ മനുഷ്യന്റെ മനസ്സ് തണുപ്പിക്കേണ്ട രീതിയിൽ ആ ഭാര്യ പെരുമാറിയിരുന്നെങ്കിൽ ഒരിക്കലും അത് നടക്കില്ലായിരുന്നു. ഇത് ഇന്ന് ഉള്ള കാര്യമല്ല. അവർ മാതാപിതാക്കളുള്ള കാലത്തോ ആ സമയത്ത് ഇങ്ങനെയുള്ളൊരു പ്രശ്നം നടന്നിട്ട് അദ്ദേഹത്തിൻ്റെ കാര്യം ഒഴിവാക്കാൻ വെച്ചതാണ്. ഈ പെണ്ണിനെ ഒഴിവാക്കാൻ വെച്ചാണ്, ഫസ്റ്റിലെ ഭാര്യനെ ഒഴിവാക്കാൻ വെച്ച സമയത്ത് അങ്ങോട്ട് പറഞ്ഞയച്ചപ്പോൾ അവിടെ നിന്ന് പ്രഗ്നൻ്റ് ആണെന്നുള്ള റിപ്പോർട്ട് കിട്ടിയത് കാരണം, ആദ്യത്തെ കുട്ടീനെ റിപ്പോർട്ട് കിട്ടിയത് കാരണം മാത്രം അവരൊന്ന് ക്ഷമിച്ചു. അപ്പോൾ ആ ഒരു കാരണത്താൽ
വീണ്ടും തിരിച്ച് കൊണ്ടുവരേണ്ട ഒരവസ്ഥ വന്നു. പക്ഷെ മരണക്കിടക്കയിൽ കിടന്നിട്ട് പോലും അവരെ ഉമ്മ പറഞ്ഞിരുന്നു, എൻ്റെ കുട്ടിക്ക് നല്ലൊരു ജീവിതം എനിക്ക് കൊടുക്കാൻ പറ്റിയില്ലല്ലോ, എൻ്റെ അടുത്ത് നിന്ന് പറ്റിയ തെറ്റാണ്. കാരണം മിക്കവാറും ഇവരെ വീട്ടിൽ ഉമ്മാനെയും ഉപ്പാനായിട്ടും ഭയങ്കര പ്രശ്നങ്ങളാണ്. ഈ ആദ്യ ഭാര്യ എന്നും എപ്പോഴും ഏത് സമയത്തും ഇവർ വീട്ടിൽ വന്നവർ മനസ്സമ്മാനം കൊടുത്തിട്ടില്ല. അങ്ങനെയൊക്കെയുള്ള പല പ്രശ്നങ്ങളും അവരുണ്ട്. പിന്നെ അവള് പെണ്ണാണ് എന്നുള്ളത് ശരീരഘടന കൊണ്ട് ആയതുകൊണ്ട് കാര്യമില്ല. അവള് സ്ത്രീത്വമുള്ളവളാണ്, സ്ത്രീന്റെ മനസ്സും വേണം. തകർന്നു വരുമ്പോഴേ സാന്ത്വനിപ്പിക്കാനുള്ള മനസ്സ് ആ സ്ത്രീക്ക് ഉണ്ടെങ്കിൽ ഞാനുണ്ടല്ലോ എന്തിനങ്ങ് ഇത് അതല്ല പറയല്. എന്തിനാ മേടിച്ചത് എല്ലാം മേടിച്ച് പുട്ടടിച്ച് എല്ലാ ഒപ്പത്തിനൊപ്പം എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ് ആടലും പാടലും അക്ക കഴിഞ്ഞ് എല്ലാം വലിയ വലിയ എടുത്ത് കൊണ്ടുപോലും നാക്കളൊക്കെ കഴിഞ്ഞതിന് ശേഷം ആ മനുഷ്യന് തകർച്ച വന്നപ്പോൾ ഒറ്റപ്പെടുത്തിയിട്ട് വേറെ നിർത്തുന്നത് കാര്യമാണോ? ശരിയാണോ? എൻ്റെ ഭർത്താവ് ജോലിക്ക് പോകുന്നുണ്ട്. ഓക്കെ, ആ ജോലി എന്താണെന്ന് ഞാൻ അറിഞ്ഞിരിക്കണം അല്ലേ? കഞ്ചാവിൻ്റെതാണോ കള്ളിൻ്റെതാണോ അല്ലെങ്കിൽ അവന് പിന്നെ കക്കാൻ പോകുന്നതാണോ അല്ല നല്ല ജോലിയാണോ ചെയ്യുന്നത് എന്താണെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഈ അറിഞ്ഞത് ആ ജോലിയിൽ നിന്ന് അവൻ എന്താണ് വരുമാനം എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അതൊരു ഭാര്യ അറിയണം. ആ വരുമാനം എത്ര കിട്ടുന്നുണ്ടെന്ന് അറിഞ്ഞാൽ അതിനനുസരിച്ച് ചെലവ് ചെയ്യാൻ പഠിക്കണം ഭാര്യ, അല്ലേ? അവള് ഈ കിട്ടുന്ന വരുമാനത്തിൽ കൂടുതൽ അവൻ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? അത് അന്വേഷിക്കണം. എവിടെ നിന്ന് ഇത് കിട്ടി, എന്തിനു നിങ്ങൾ വാങ്ങി, ആര് തന്ന്, എന്താ നിങ്ങളുടെ ഉദ്ദേശം, ഇതും കൂടെ അറിഞ്ഞിരിക്കണം, അല്ലേ? അത് കൂടാതെ പൈസ ഇങ്ങനെ കിട്ടുമ്പോൾ കാര്യങ്ങൾ നടക്കുമ്പോൾ ഇത് എന്താണ്, എവിടെ നിന്നാണ്, പലിശ കിട്ടതാണോ വേറെ എന്താണ്, ഒന്നുമില്ല. ഈ ആൾക്കാണെങ്കിലോ ഈ ഭാര്യൻ്റെയും മക്കളുടെ ഇടയിൽ ഹീറോ ആകണം. അത് പൊതുവെ കുറേ ആണുങ്ങൾക്ക് അങ്ങനെയുള്ളൊരു സ്വഭാവമുണ്ട്. നമ്മളുടെ കാര്യങ്ങൾ കടങ്ങളും ബാധ്യതകളും അവിടെ കിടക്കെ ഈ ഭാര്യമാരെയും മക്കളെയും പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് അവരുടെ ഇടയിൽ ഹീറോ ആകാനും വേണ്ടിയിട്ട് കടങ്ങളും ബാധ്യതകളും പിന്നെയും കൂട്ടി പലിശക്കെങ്കിലും എടുത്തിട്ട് നായകനായിട്ട് ചമയുന്ന കുറച്ച് ആണുങ്ങളുണ്ട്. ഇല്ല എന്ന് പറയാൻ പറ്റില്ല. അതിൽ പെട്ട ഒരാൾ തന്നെയാണിത്. അപ്പൊ മക്കൾക്ക് എന്താണ്, മക്കൾക്ക് പണം കിട്ടുമ്പോൾ നായകന് ഹീറോ ഒക്കെ ആയിട്ട് ബാപ്പാനെ കാണും. ഇപ്പൊ സീറോ ആയിട്ട് കാണുന്നു. അപ്പൊ ഇത് ഈ സന്തോഷം, ഈ ഒരു സ്ഥാനമാനം കിട്ടാൻ വേണ്ടിയിട്ട് ആളെന്ത് ചെയ്യും? വീണ്ടും കാര്യങ്ങൾ നടത്താൻ വേണ്ടി കടങ്ങൾ ബാധ്യതകൾ മറച്ചു വെക്കും. ഭാര്യ ഭർത്താവ് എന്ന് പറഞ്ഞാൽ രണ്ടല്ലല്ലോ, ഒന്നല്ലേ. അപ്പൊ ഈ സമയത്ത് നമ്മളെ കൊണ്ട് പറ്റാവുന്ന നമ്മൾ കൊടുക്കുക, എന്നിട്ട് സപ്പോർട്ട് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളല്ലേ ഒന്നിച്ചിട്ട് പോണത്. അതല്ലേ ജീവിതം, ദാമ്പത്യ ജീവിതം എന്നൊക്കെ പറയുന്നത്. ആ വ്യക്തിൻ്റെ അടുത്ത് നിന്നൊന്നും ആൾ അർഹിക്കുന്നത് കിട്ടാത്തത് കൊണ്ടായിരിക്കുമല്ലോ ആള് വേറൊരു വിവാഹം കഴിച്ചിട്ടുണ്ടാവുക. അത്രയും മനസ്സിലാക്കാൻ പറ്റാത്ത മനസ്സുള്ള സാധനങ്ങൾ ഈ കമന്റ് ഇട്ടിട്ട് എന്ത് ചെയ്യാനാ? നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ആളെടുത്തോ. ഇത് വേണം, ആളുണ്ടെങ്കിൽ തന്നെ ജീവിക്കാൻ പറ്റുമെന്നൊന്നുമില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ തീയില് കുരുത്ത വിത്താണ്. എനിക്കിത് വെയിലാണ്. ഈ വെയിലത്ത് ഞാൻ പാടില്ല. അള്ളാന്റെ തണലും എൻ്റെ മാതാവിൻ്റെയും എൻ്റെ മുൻപത്തെ ഭർത്താവിൻ്റെയും അനുഗ്രഹം, എൻ്റെ വല്യമ്മമാരൊക്കെ അനുഗ്രഹം എനിക്കുണ്ട്. ഞാൻ ആരും വേദനിപ്പിച്ചിട്ടുണ്ടാക്കിയിട്ടില്ല. അവരൊക്കെ അനുഗ്രഹങ്ങൾ ഉള്ളിടത്തോളം കാലം ഞാൻ തളരൂല, എനിക്ക് പൂർണ്ണ ഉറപ്പാണ്. അപ്പൊ ഈ ഒരു ഇത് കണ്ടിട്ടൊന്നും ഞാൻ ഇതാവാൻ പോകുന്നില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ എടുത്തോ, നിങ്ങൾ കൊണ്ടുപോയിക്കോ, എനിക്കൊരു കുഴപ്പമില്ല. വെറുതെ കിട്ടുന്ന കാറണ്ട, ആളെ കിട്ടും. ഇത് നോക്ക്, ഇപ്പൊ ഈ സമയം 2 മണി 1 മണി കഴിഞ്ഞിരിക്കുന്നു. ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ 2 മണി ആവാനായി. ഞാൻ പല സമയത്തും ഇതേപോലെ ഞങ്ങൾ സ്കിറ്റ് ചെയ്യുകയാണെങ്കിൽ 3 മണി 4 മണി 5 മണിയൊക്കെ ആവും ഞങ്ങൾ സ്കിറ്റ് ചെയ്യുമ്പോൾ. അതുപോലെ ചില വീഡിയോകളൊക്കെ ഞങ്ങൾ ചെയ്യുന്നത് ലേറ്റായിട്ട്, കാരണം അടുത്തടുത്ത് വീടുകളുണ്ട്, സൗണ്ട് വരും. അപ്പോൾ അത് മാത്രമല്ല, മൂപ്പര് പിന്നെ ജോലി കഴിഞ്ഞ് വന്നിട്ടാണ് ഞങ്ങൾ രണ്ടാളും കൂടി ഇരുന്നിട്ട് ചെയ്യുന്ന വീഡിയോകളൊക്കെ മിക്കവാറും ഉണ്ടാവാറ്. ഈ മനുഷ്യന് ഹാർട്ട് അറ്റാക്കും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വന്നിട്ട് പിന്നെ നിൽക്കുന്ന ആള് ഇത്രയും ഒരു 10-15 ഗുളിക കഴിക്കുകയാണ് ദിവസേന. എന്നിട്ട് പോയിട്ട് ഒരു ചെറിയ ഐസും പിന്നെ സർബത്ത് ഇങ്ങനെയൊക്കെയുള്ള കൂൾ ഡ്രിങ്ക്സിന് ചെറിയൊരു ഷോപ്പ് ഇട്ടിട്ട് ജോലി ചെയ്യണം. രാവിലെ തൊട്ടിട്ട് രാത്രി വരെ. രാത്രിയിലാണ് കുറച്ച് ആൾക്കാർ വരിക, കൂടുതലായിട്ട് ആണുങ്ങളൊക്കെ ഉണ്ടാവുക. അപ്പോഴേ എന്തെങ്കിലുമൊക്കെ ക്യാഷ് കിട്ടും. ഈ ക്യാഷും കൊണ്ടിട്ട് 2 കുടുംബം നോക്കാൻ ഒരു മനുഷ്യന് പറ്റില്ല. ആ ആൾക്കാണെങ്കിൽ ഒരുപാട് ബാധ്യത. എൻ്റെ അടുത്തേക്ക് വരുന്നതിന് മുമ്പ് കടങ്ങളുണ്ടെന്ന് നിങ്ങളോട് തന്നെ മൂപ്പര് പറഞ്ഞിട്ടുള്ളതാണ്. വീട് വരെ ജപ്തിയിലാണ്. ഒരുപാട് കടങ്ങളും ബാധ്യതകളും ഉണ്ടായതിനു ശേഷമാണ് എന്നെ കല്യാണം കഴിക്കുന്നത്. അപ്പൊ അതിനും പറഞ്ഞിരുന്നു ആൾക്കാർ, കടങ്ങൾ കൂടിയാൽ കല്യാണം കഴിക്കുമെന്ന്. കടങ്ങൾ കൂടിയതുകൊണ്ടല്ല കല്യാണം കഴിച്ചത്, ആ ആൾക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മാർഗത്തിൽ റബ്ബ് അതിനൊരു കാരണമാക്കി എന്നുള്ളത്. അതിനായിരിക്കും എൻ്റെ ഭർത്താവിന് ആദ്യം കൊണ്ടുപോയിട്ടുണ്ടാവുക. അതും വേണം പറയാലോ. അപ്പൊ അങ്ങനെയുള്ള ഒരു സമയത്ത് ഈ അദ്ദേഹത്തിന് ഈ കുടുംബം, എൻ്റെ കുടുംബം, ആ കുടുംബം നോക്കാനൊന്നും പാകില്ല.
ഈ പിന്നെ വീഡിയോ ഞങ്ങൾ ചെയ്തിട്ട് കിട്ടുന്ന യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന ആദ്യ വരുമാനം അവർക്കാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ ഞങ്ങൾ ഫുഡ് മാത്രം കഴിക്കുന്നുള്ളൂ, ഞാൻ എൻ്റെ മക്കളും കൂടിയിട്ട്. ബാക്കി പൈസ ഒക്കെ അങ്ങോട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തത് കിട്ടിയിട്ടും ഞാൻ കൊടുത്തിട്ടുണ്ട്, മൂന്നാമത്തെ കിട്ടിയിട്ടും കൊടുത്തിട്ടുണ്ട്. ഞാൻ അതിൽ നിന്നൊന്നും എടുത്തിട്ടില്ല ഇതുവരെ കിട്ടിയ വരുമാനത്തിന്. യൂട്യൂബ് വരുമാനം കിട്ടിയതൊക്കെ അവർക്ക്. ഈ യൂട്യൂബ് തുടങ്ങിയതിന് ശേഷം അവൾ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതാണ്. ഇത് ഹറാമാണ്, അത് ഹറാമാണ്, ഇത് ഹറാമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഹറാമിൻ്റെ പൈസ അവൾ തിന്നുന്നുമുണ്ട്. മാത്രമല്ല ഇതല്ലാതെ മാർഗ്ഗമില്ല എന്നുള്ളത് കണ്ടിട്ടാണ് നമ്മളിത് തുടങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ ഈ ചാരിറ്റീസും ഇതും കൊണ്ട് അവളെ കുടുംബം പോറ്റാൻ പറ്റില്ല. അതിൽ നല്ല ഹെൽപ്പ് ഞാൻ ചെയ്യുന്നുണ്ട് എല്ലാ കാര്യം കൊണ്ടും. അപ്പം നമ്മളത് വിളിച്ച് കൂടി പറയാൻ വേണ്ടിയിട്ടല്ല, ഇത് പറയിപ്പിക്കുന്ന അവർക്കും കൂടെ കുറച്ച് ഉത്തരവാദിത്തമുണ്ട്. എല്ലാ കാര്യത്തിനും. ഇപ്പം ഫസ്റ്റിലെ മോളെ കല്യാണത്തിന് എൻ്റെ ഷോപ്പ് വിറ്റിട്ട് ആ മോളെ കല്യാണത്തിനാണ് ഞാൻ കൊടുത്തത്. രണ്ടാമത്തത് ഇപ്പം രണ്ടാമത്തെ മകൾക്ക് പഠിക്കുന്ന കാര്യത്തിന് ആദ്യം അഡ്വാൻസ് കൊടുത്തത് എൻ്റെ മകനും അയച്ചിട്ടാണ് പൈസ കൊടുത്തത്. ഇതുപോലെ പല കാര്യങ്ങളും നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ എൻ്റെ ഈ കാര്യം മൊത്തം എൻ്റെ മകനാണ് നടത്തുന്നത്. പിന്നെ ഞാനും അധ്വാനിക്കുന്നുണ്ട്. ഞാൻ ടൈലറിങ് ചെയ്യുന്നുണ്ട്, അതുപോലെ ഞാൻ സോപ്പ് ഉണ്ടാക്കുന്നുണ്ട്, സ്കിൻ കെയർ ഓയിൽ ചെയ്യുന്നുണ്ട്, അതുപോലെ ഞാൻ പലതും ചെയ്യുന്നുണ്ട്. ഇവിടെ എന്നെ കൊണ്ട് പറ്റാവുന്ന ഒരു സെക്കൻഡ് ഞാൻ വെറുതെ ഇരിക്കുന്നില്ല. എന്തെങ്കിലുമൊക്കെ കാട്ടിയിട്ട് 10 രൂപ ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. യൂട്യൂബും ഞാൻ ചെയ്യുന്നുണ്ട്. ഇത് ഉറക്കം വെച്ചിട്ട് ഞാൻ ചെയ്തിട്ട് ഈ പൈസ കിട്ടിയിട്ട് അവൾക്ക് കൊടുക്കുന്നുണ്ട്. എൻ്റെ കാര്യങ്ങളൊക്കെ ഞാനാണ് നടത്തുന്നത്, അല്ലാതെ അദ്ദേഹമല്ല. അദ്ദേഹത്തിന് അതിന് പാകമില്ല. അപ്പം ചോദിക്കും നിങ്ങൾക്ക് എങ്ങനെയാണ്, പിന്നെ എന്തിനാണ്, പിന്നെ എന്നൊക്കെ. ഞാൻ ആദ്യം ഒരു കണ്ടീഷൻ പറഞ്ഞിരുന്നു. ആരെണ്ണായാലും ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് ആൾക്കാർ കല്യാണ കാര്യങ്ങൾ വന്നതാണ്. പക്ഷെ ഒന്നും ഞാൻ അങ്ങോട്ട് പോകാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. ഭാര്യ മരിച്ച ആളെ കൂടെ പോയിട്ട് അവരെ മക്കളെ നോക്കിയിട്ട് നമ്മളെ മക്കളെ അനാഥരാക്കിയിട്ട് ജീവിക്കുന്നവർ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ എനിക്കതിനോട് താല്പര്യമില്ല. ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് ജീവിച്ച ആളാണ്. 2 മക്കളെ കെട്ടിച്ചു കൊടുത്തു, ഒരു മകനുണ്ട്, അവൻ അനാഥാക്കാൻ ഞാൻ തയ്യാറല്ല. ഈ ഒരു ഡോക്ടറെ കേസ് വന്നു. ആ ഡോക്ടർ പറഞ്ഞത് മോനെ ബോർഡിങ്ങിലാക്കാം, നമുക്ക് വീടുണ്ട് ആൾക്ക്, അപ്പം നമുക്ക് ഇവിടെ താമസിക്കാം, മോനെ ഇവിടെ ആക്കിയാൽ ശരിയാവില്ല. ഞാൻ പറഞ്ഞ് നിങ്ങൾ 10 സ്ഥലത്തും ചൊല്ലി തിരിഞ്ഞു നടന്നോളൂ, എനിക്ക് എൻ്റെ മോനെ വാക്കിയിട്ട് നിങ്ങളെ കൂടെ അങ്ങനെ സുഖിക്കണ്ട, എനിക്കത് താല്പര്യം ഇല്ല, ഇവിടെ വെച്ച് കട്ടില്ല എന്ന് പറഞ്ഞ് ഞാൻ ടാറ്റും പറഞ്ഞ് പോകുന്നതാണ്. എനിക്കെന്താ നിന്നൂടായിരുന്നോ? അപ്പോൾ അത് ഞാൻ അതുപോലുള്ള ഹാജിമാരും മറ്റുള്ളവരൊക്കെ വന്നിരുന്നു. കാറിൽ ഇവിടെ കൊണ്ടുവന്നൊക്കെ ഈ ഷോപ്പ് ഇട്ടിട്ട് ഷോപ്പ് കാണിച്ച് സന്തോഷമാണെങ്കിൽ അങ്ങനെ നിന്നോ? പറ്റൂല. കാരണം എന്താ വെച്ചാൽ അവിടെ പോയി കഴിഞ്ഞാൽ ഈ ജോലി നടക്കൂല. പിന്നെ മാത്രമല്ല അവരെ മക്കളെ അടുത്താണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ എൻ്റെ മക്കൾ വന്നാൽ അവർക്കൊരു സ്വാതന്ത്ര്യം ഉണ്ടാവില്ല. എന്നെ കാണാൻ വന്നു കഴിഞ്ഞാൽ ആ വേറൊരുത്തന്നെ വീട് എന്നുള്ള ഇതിൽ എൻ്റെ മക്കൾക്ക് ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാൻ, എൻ്റെ മരുക്കൾക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ, അവരേറ്റ് സംസാരിക്കാനുള്ള ഫ്രീഡം നമുക്ക് നഷ്ടപ്പെടുകയാണ്. അവർക്ക് ഞങ്ങളോടുള്ള ഫ്രീഡം നഷ്ടപ്പെടുക. ഒരു കണ്ടീഷൻ വെച്ചിരുന്നത് ആരെണ്ണായാലും ശരി കാലാകാലം എൻ്റെ ഒപ്പം നിൽക്കണമെന്നില്ല. എവിടെ ഇപ്പോൾ എങ്ങനെയാണെങ്കിലും എനിക്ക് എൻ്റെതായിട്ടുള്ള ജോലിയുണ്ട്. അൽഹംദുലില്ലാ ഒരു 10-15 വർഷത്തോളമായിട്ടുള്ളൊരു ഷോപ്പുണ്ട്. അപ്പോൾ ഇതിങ്ങനെ തുടർന്ന് കൊണ്ടുപോകാനാണ് എൻ്റെ ആഗ്രഹം. അതിലെടുത്ത് പിന്നെ എന്തെങ്കിലും ആവുന്നുണ്ടെങ്കിൽ അത് ആ രീതിക്കനുസരിച്ച് പോവുകയും ചെയ്യാം. പിന്നെ അതുകൊണ്ട് നമ്മൾ അങ്ങനെ തട്ടിമുട്ടി പോകും. പിന്നെ മോൻ്റെ കാര്യമാണ്, മോന് ബാംഗ്ലൂർ അവിടെ പോയിട്ട് പഠിക്കണം. ഇങ്ങനെയൊക്കെയുള്ളൊരു സന്ദർഭത്തിൽ നമുക്കൊരു അഡ്രസ്സ് ഒരാളെന്ന നിലക്ക്, അതായത് മറ്റുള്ളവർക്കൊരു വിഷയം ഉണ്ടാക്കും വേണ്ട, മക്കൾക്കൊരു പ്രശ്നമാവും ചെയ്യില്ല. നമ്മളെ കാര്യങ്ങൾ എന്തെങ്കിലും പറയാനോ നമുക്കൊരാൾ ഒരു തുണ, നമുക്ക് കാര്യങ്ങൾ പറയും. മക്കളോട് ഒരു ഉമ്മാക്ക് പറയാനുള്ള കാര്യങ്ങൾ ഇത്രയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഭർത്താവിനോട് പറയാൻ ഒരുപാടുണ്ടാവും, ഭർത്താവിന് ഭാര്യനോട് പറയാൻ. അപ്പം നമ്മൾ പറയുന്നത് കേൾക്കാനും നമ്മളുടെ കാര്യങ്ങളിൽ ഇടപെടാനും നമുക്കൊരു കാര്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കാനും അത് എന്താണ് ഏതാണെന്ന് മറ്റുള്ളവരോട് സംസാരിക്കാനും ആ ഒരു കാണുന്ന ആൾക്കാർക്ക് ഒരു ആൺതുണ ഉണ്ടെന്ന് അറിയാനും അങ്ങനെയൊക്കെയുള്ള ഒരു അഡ്രസ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ നിക്കാഹ് ചെയ്തിട്ടുള്ളത്. അപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് വരാൻ പറ്റുന്ന സമയത്ത് മാത്രം വന്നാൽ മതി. ആഴ്ചയിലോ മാസത്തിലോ നിങ്ങൾ വന്ന് പോയാൽ മതി. എനിക്ക് സംസാരിക്കണം, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ എൻ്റെ കാര്യത്തിൽ ഇടപെടണം, അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യങ്ങൾ ചെയ്താൽ മതി എന്നുള്ളൊരു കണ്ടീഷൻ ഞാൻ വെച്ചിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ ഈ രണ്ടാമത്തെ നിക്കാഹ് കഴിഞ്ഞ അന്ന് പോലും നിക്കാഹ് കഴിഞ്ഞ എൻ്റെ വീട്ടിൽ നിന്ന് ഞങ്ങൾ അവിടെ നിന്ന് പിരിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പിരിഞ്ഞ് വന്നിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ വാടക വീട്ടിലും അദ്ദേഹത്തിൻ്റെ വീട്ടിലുമായിരുന്നു. 5 വർഷത്തിൻ്റെ മേലെ ഞാൻ വിധവായി ഇരുന്നതിന് ശേഷമാണ് എൻ്റെ ഈ നിക്കാഹ് ചെയ്യുന്നത്. ഒരുപാട് വേദന വിഷമമൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്, ഞാൻ സഹിച്ചിട്ടുണ്ട്. അതിന് ശേഷം പല 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 സമയങ്ങളിലും അങ്ങനെ ഉണ്ട്. ഇപ്പം ഈ സമയത്തും അദ്ദേഹം അവരുടെ വീട്ടിലാണ്. ഇപ്പോൾ 3-4 ദിവസമായി അടുപ്പിച്ച് പോകുന്നു. പക്ഷെ ഞാൻ പറയുന്നത് എന്താ വെച്ചാലേ, എനിക്കതൊരു വിഷയമല്ല. പക്ഷെ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, ഈ ജോലി കഴിഞ്ഞിട്ട് 2 മണി ഒരു സമയം പറഞ്ഞില്ലേ, 12-12:30 വരെ ജോലിയാണ്.
അത് കഴിഞ്ഞ് വന്നിട്ട് ആ മനുഷ്യന് ആവതുണ്ടാവില്ല. ഒന്നാമത് ഹാർട്ട് പേഷ്യൻ്റാണ്, രണ്ടാമത് ഷുഗർ, കൊളസ്ട്രോൾ, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട്. അപ്പോൾ ആൾ തളരാണ്. എന്നിട്ട് കിലോമീറ്റർ ദൂരം ഓടിച്ചിട്ട് പോവാണ് വണ്ടി അവരടുത്ത്. അവിടെ പോയാൽ അവിടുന്ന് പട്ടിനാട്ടണ മാതിരിയാണ് അവിടെ ആട്ടുക. ആ രീതിയിലാണ് അവിടെ സ്വഭാവം ഉണ്ടാവുക. ഇത് മക്കളെ വെച്ചിട്ട് ഭാര്യ അങ്ങോട്ട് പോകുന്നത്. ഈ കിട്ടുന്ന ക്യാഷ് മൊത്തമായിട്ട് അങ്ങോട്ട് പോകുന്നതാണ്. അതിൽ കൂടെ തികയാതെ പിന്നെയും നമ്മൾ കൊടുക്കുകയാണ്. അതായിട്ടാണ് പോകുന്നത്. ഇത് കടങ്ങൾ, ബാധ്യതകൾ കൂടുതലായത് കാരണം അവിടെ നിൽക്കാൻ പറ്റാത്ത സിറ്റുവേഷനാണ് നമുക്കൊക്കെ. പലരും വന്നിട്ട് കടങ്ങൾ ചോദിക്കുക, പല പ്രശ്നങ്ങളും ഉണ്ടാവുക. അപ്പം നാട്ടിൽ നിന്ന് മാറി നിന്നിട്ട് കച്ചവടം ചെയ്തിട്ട് എന്തെങ്കിലും ആദ്യം കുറേശ്ശെ വീട്ടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ അണ്ണന്മാരെടുക്കുമ്പോൾ മറ്റുള്ളവരൊന്നും എടുത്തിട്ട് കടങ്ങൾ വീട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ആ കടങ്ങളും കൂടെ ഇതിൽ കൂടെ അടച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം. ഇതിന് ഒരു സപ്പോർട്ട് നിൽക്കാനാണ് ഞാൻ ഈ നേർച്ച അതിനൊക്കെ ഞാൻ പോകുന്നത്. കാരണം ഒരാളെ വിളിക്കുമ്പോൾ ആ ആൾക്ക് ഒരു ദിവസം 1000 രൂപ 1500 രൂപ കൊടുക്കണം സീസൺ വർക്കിനൊക്കെ. അത് ലാഭമാണ് ഞാൻ പോയി നിൽക്കുമ്പോൾ. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കൽ പോലും ഫുട്പാത്തിൽ നിന്നിട്ട് കച്ചവടം ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് എവിടെ വന്ന് അന്വേഷിച്ചാൽ അറിയാം. ഒരുപാട് കഷ്ടപ്പാടും ഒരുപാട് പട്ടിണി കിടന്നിട്ട് ഒരുപാട് ഞാൻ പറഞ്ഞില്ലേ യാചിച്ചിരുന്ന ചെറുപ്പത്തിൽ നിന്നൊക്കെ. പക്ഷെ എൻ്റെ ആദ്യത്തെ വിവാഹം കഴിഞ്ഞതിനാൽ അതെല്ലാം എനിക്ക് മാറി. ഞാൻ ഹൈ ലെവലിൽ തന്നെ കുറച്ച് ലെവലിൽ തന്നെ ജീവിച്ചിരുന്നത്. ഈ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇദ്ദേഹത്തിൻ്റെ ഈ അവസ്ഥകൾ അറിഞ്ഞത്. കാരണമാണ് ഞാൻ അവരെ കുടുംബത്തിനൊരു സപ്പോർട്ട് ആവട്ടെ എന്നെ കൊണ്ട്. കാരണം ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, നമ്മളെ വീട്ടിലുള്ള ആൾക്കാർക്ക് ഹെൽപ്പ് ചെയ്യാം, സഹായിക്കാം. അവർ തളർന്ന് നിൽക്കുമ്പം അവർക്കൊരു അത്താണിയായിട്ട് നമ്മൾ നിൽക്കുക. രണ്ടാമത്തതാണ് നമ്മൾ അയൽവാസികൾ. മൂന്നാമത്താണ് നമ്മൾ നാട്ടിനെ സഹായിക്കൽ, നാട്ടിലെ മറ്റുള്ളവരെ സേവിക്കൽ. ആദ്യം നമ്മൾ വീട്ടിൽ നിന്ന് തുടങ്ങണം. അപ്പം നമ്മളെ കൂടെ നമ്മളെ കെട്ടിയവന് ഇത്രയും തകർന്ന് തരിപ്പണായിട്ട് നിൽക്കുന്ന സമയത്ത് എന്നെ കൊണ്ട് പറ്റാവുന്നതിൻ്റെ തടി കൊണ്ടുള്ള സഹായം ഞാൻ ചെയ്തു കൊടുക്കുന്നു മാത്രം. എൻ്റെ മകന് തീരെ ഇഷ്ടമല്ല, 3 മക്കൾക്കും ഇഷ്ടമല്ല ഞാനിങ്ങനെ പുറത്തു പോയി നിൽക്കുന്നതാക്കുന്നു. ആർക്ക് വേണ്ടിയിട്ടാ? എൻ്റെ മക്കളെ കെട്ടിക്കാനില്ല. എൻ്റെ പെൺകുട്ടികളൊക്കെ കെട്ടിച്ചതിന് ശേഷമാണ് ഇയാൾ എന്നെ നിക്കാഹ് ചെയ്യുന്നത്. എൻ്റെ മകനാണെങ്കിൽ അത്യാവശ്യം എന്നെ പോറ്റാനുള്ള കഴിവ് ഇന്നുണ്ട്. എനിക്കൊരു ചോറും ഈ വാടക കൊടുക്കാൻ ഞങ്ങൾക്കും പറ്റും, ഞങ്ങൾക്ക് തന്നെ പറ്റും. അപ്പൊ പിന്നെ ഞാൻ എന്തിനാണ് പോയി നിൽക്കുന്നത്? രസത്തിനാണോ? ഈ മഞ്ഞ് കൊണ്ടിട്ടും വെയിൽ കൊണ്ടിട്ടും ഇപ്പൊ എല്ലാവരും പറയുന്നുണ്ടല്ലോ ഒരു ചായ ഉണ്ട്, അങ്ങനെ ഉണ്ട്, ഇങ്ങനെ ഉണ്ട്. 10 ദിവസം 15 ദിവസം മഴയും വെയിലും കൊണ്ടിട്ട് ഞങ്ങൾ പുറത്ത് ഫുട്പാത്തിൽ ഇങ്ങനെ നിന്നിരുന്നത്. അപ്പോൾ കമന്റ് ചെയ്യുന്ന അങ്ങനെയുള്ള ആൾക്കാർ എന്ത് ചെയ്യണം? ഇപ്പൊ ആളവിടെ ഉണ്ട്, ആളെടുത്തു, ഇവിടെ ഉണ്ടോ ഇവിടുന്ന് കൊണ്ടുപോവുക, എന്നിട്ട് പൊന്നുപോലെ നോക്കുക, ആളെ കടങ്ങളും ബാധ്യതകളൊക്കെ തീർക്കുക. അപ്പൊ എന്നോട് ചോദിക്കും ജാണോ അപ്പൊ ആളെ കടങ്ങളും ബാധ്യതകൾ തീർക്കുന്നു? ഞാൻ എന്നെ കൊണ്ട് പറ്റൂല. എൻ്റെത് അവരത് പറഞ്ഞിട്ട് ഞാൻ തിരിച്ചിട്ടില്ല. വെറുതെ കാര്യമില്ലാതെ ഞാനിത് ഇതിൽ കൂടെ തന്നെ പറയാൻ കാരണം ഇതിൽ കൂടെ തന്നെ കമന്റ് വന്നതുകൊണ്ട് നെഗറ്റീവ് കമന്റ് ഇടുന്നവരോടൊക്കെ ഞാൻ പറഞ്ഞിരുന്നു, നിങ്ങളൊരു കാര്യം ചെയ്യേ, നിങ്ങൾ എൻ്റെ ഫോൺ നമ്പർ ഉണ്ട്, അതിൽ കൂടെ വാങ്ങും. അപ്പൊ പറയുന്നത് തെറി പറയാനല്ലേ, എന്തിനാ തെറി പറയണേ? ഞാനത് തെറി പറഞ്ഞ് ഇങ്ങനെ നടക്കുന്നതാണ്. അപ്പൊ അവർക്ക് തന്നെ അറിയാം അവരാണ് എന്നെ ഇതിന് ഇറിറ്റേഷൻ ചെയ്യിപ്പിക്കുന്നതെന്ന്. ഞാൻ അവളെ പറ്റിയിട്ട് ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. ഇപ്പൊ ലേശം പറഞ്ഞെന്നുള്ളൂ. ഇത് മാത്രമല്ല, അദ്ദേഹത്തിന് ഒരുപാട് പറയാനുണ്ട്. പേടി കൊണ്ട് പറയാത്തതാണ്. പക്ഷെ എനിക്കൊരു പേടിയുമില്ല. ഞാൻ നിങ്ങൾ ആരും പിടിച്ചു വെച്ചിട്ടില്ല, നിങ്ങൾ ആരും മുതലും ഞാൻ എടുത്തിട്ടില്ല. എൻ്റെത് അങ്ങോട്ട് പോകല്ലേ ഉണ്ട്. അപ്പൊ ഈ കാര്യം എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ബാക്കി കാര്യം ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. ഓക്കെ, അപ്പോൾ എല്ലാവരോടും ഇത് വീഡിയോ നല്ല കൂടിയിട്ടുണ്ടാവും. അസ്സലാമു അലൈക്കും.